ഇതാണ്ട് മറ്റേ കാട്ടുകോഴിയുടെ കൂട്ടാന്നേ, വലിപ്പമില്ല, എല്ലാം പെടയാന്ന് തോന്നുന്നു. മറ്റേ ഇതിൻ്റെ കൂടെ കിട്ടിയതാ. ഇവിടെ പോവാ. ഇത് അല്ല കൊച്ചപ്പഴായിരുന്നേ, കൊച്ച് 3 മാസം കോശാരി കൊണ്ടുവരാനിരുന്ന. അപ്പൊ അവര് വീട്ടിൽ കുറേ നാളായിട്ട് പപ്പ മരിക്കുന്നതിന് മുമ്പ് തൊട്ട് കുറച്ച് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മളത് ഇങ്ങനെ ആരോടും അങ്ങനെ പറയാതിരിക്കുമായിരുന്നു. പക്ഷേ ഞാനിത് പറയും എന്ന് പല പ്രാവശ്യം പറഞ്ഞു, കാരണം അത് സോൾവ് ആകാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ ഇത് സോൾവ് ആകുന്നതിൻ്റെ സ്ഥിതിക്ക് അത് പറയുന്നതിനകത്ത് ഇനി കുഴപ്പമൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇത് നമ്മൾ പറയും എന്ന്. അളിയൻ പപ്പ വയ്യാതിരുന്ന സമയത്ത് ഓർമ്മയൊന്നും ഇല്ലാതായപ്പം അമ്മയെ പറ്റിച്ച് നമ്മളാ വെട്ടിക്കൊണ്ടിരുന്ന 1 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നല്ലോ, വെട്ടിക്കൊണ്ടിരുന്നതല്ല, വെട്ടാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്തത്, അത് വെച്ച് ലോൺ എടുത്ത് ആദ്യം 10-12 അങ്ങാണ്ടാണ് എടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ കൂടി ഇപ്പോൾ ഏതാണ്ട് 20 ലക്ഷം രൂപ അങ്ങാണ്ട് വരെ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. എന്തായാലും അതിനടുത്ത് നല്ലൊരു തുക എടുത്തിട്ടുണ്ട്. ഇവർ ഈ പൈസ തിരിച്ചടയ്ക്കാതെ കുറേ പ്രാവശ്യം നമ്മുടെ അവിടെ ജപ്തി നോട്ടീസൊക്കെ വന്നു. പപ്പ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ഒരു രൂപ പോലും ഒരിടത്തും കടം വെക്കാതെ ജീവിച്ചതാണ്. ആർക്കും ഒരു കടം പോലും പുള്ളി വെക്കത്തില്ല. പുള്ളി അങ്ങനെ ആർക്കും ഒന്നും കൊടുക്കത്തൊന്നുമില്ലെങ്കിലും അങ്ങനെ കടമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെയും പപ്പായ്ക്ക് പൈസ കൊടുക്കാനുണ്ടവർ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ളിടത്ത് ജപ്തി നോട്ടീസൊക്കെ വരിക എന്ന് പറഞ്ഞാൽ പപ്പായ്ക്ക് ഒരിക്കലും സഹിക്കാൻ പോലും പറ്റത്തില്ലാത്ത കാര്യമാണ്. ലോൺ എടുക്കുക എന്നൊക്കെ പറയുന്ന പുള്ളിക്ക് ഭയങ്കര എതിരാണ്. എന്തായാലും ഇവർ അത് വെച്ച് ലോണൊക്കെ എടുത്ത് അത് തിരിച്ചടയ്ക്കാതൊക്കെ കിടക്കുമായിരുന്നു. ഇപ്പം വേറെ കുറച്ച് പൈസയൊക്കെ അവർ വീണ്ടും അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവരെ അറിയാമല്ലോ, അവർക്ക് 2 പേർക്കും ജോലിയുണ്ട്. അതും നല്ല ജോലിയാണ്, നല്ല ശമ്പളമുള്ള ജോലിയാണ്. ഞങ്ങൾക്കാർക്കും ഇതുവരെ അങ്ങനെ ഒരു വീതമെന്ന് വെച്ചിട്ടൊരു 10 രൂപ പോലും ഇതുവരെ തന്നിട്ടില്ല. എന്നിട്ടാണ് ഇവർ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. കല്യാണത്തിൻ്റെ സമയത്ത് സ്ത്രീധനം ഒക്കെ ആയിട്ടാണെങ്കിലും 19 ലക്ഷം രൂപയോളം സ്വത്ത് അവൾക്ക് കൊടുത്തിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇതുപോലെ വീണ്ടും അടിച്ചു മാറ്റുന്നത്. അപ്പോഴത്തേനും ഞങ്ങൾ 2 പേർക്കും ഒന്നും അങ്ങനെ തന്നിട്ടൊന്നുമില്ല. എന്നാൽ നിങ്ങൾ ഒന്ന് വീതത്തിൽ തന്നോ അല്ലാതെയോ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പൈസയൊന്നും തന്നിട്ടൊന്നുമില്ല. ഇതിപ്പോൾ കുറച്ച് ഓവറാകുന്നതുകൊണ്ടാണ് ഈ കാര്യം ഒന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചത്. ചില ആൾക്കാരങ്ങനെ എത്ര കിട്ടിയാലും അവർക്ക് തികയത്തില്ല. അവർക്ക് പിന്നെയും കാശ് കിട്ടിക്കൊണ്ടിരിക്കണം. അവർ പണം എങ്ങനെയെങ്കിലും ആരെങ്കിലും പറ്റിച്ചിട്ടാണല്ലോ, എങ്ങനെ കൊള്ളയടിച്ചിട്ടാണല്ലോ, എങ്ങനെയാണോ അവർക്ക് കാശ് കിട്ടണം. അങ്ങനെയുള്ള മാനസികാവസ്ഥയുള്ള ചില ആൾക്കാരാണ്. അവരോടിപ്പം നമ്മൾ ഇത് ചെയ്യാനൊന്നും നമ്മളില്ല. പക്ഷേങ്കിൽ പോലും ചെറുപ്പം തൊട്ടേ എനിക്കറിയാം നമുക്കൊന്നും കിട്ടത്തില്ലെന്നൊരു ധാരണയുണ്ട്. എനിക്ക് ഇതിനോട് താല്പര്യമൊന്നുമില്ല. കാരണം കൊച്ചുനാൾ മുതൽ വീട്ടിൽ എന്നോട് അത്ര താല്പര്യമില്ല. ഞാൻ പഠിക്കത്തില്ലായിരുന്നു കാര്യമായിട്ട്. അത് പറഞ്ഞിട്ടാണ് നമ്മളോട് താല്പര്യം കാണിക്കുന്നത്. ഇവരോടും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഇപ്പം ആണെങ്കിൽ എൻ്റെ മാനസികാവസ്ഥയിൽ ഒരിക്കലും ഈ ഒരു സ്വത്തിന് വീതം എനിക്ക് കിട്ടുമെന്നോ എനിക്ക് വേണമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്കത് വേണമെന്നില്ല താനും ഇപ്പോഴും നിലവിൽ. പക്ഷേ ഇവരിത് ചുമ്മാ ഇങ്ങനെ പറ്റിച്ചു കൊണ്ടുപോയി തിന്നുന്ന കാണുമ്പോൾ പപ്പ അതേപോലെ ഒരാളെ പറ്റിച്ച് കൊണ്ടുപോകുന്നത് കാണുമ്പം ഇപ്പം മരിച്ചതിനൊക്കെ ശേഷം പുള്ളിയുടെ ചെറിയ ഒരു എന്തോ ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ഇടപെടാൻ തോന്നുന്നതുകൊണ്ട് ഞാൻ ഇടപെടുന്നത്. അല്ല ഞാൻ ഇതിനകത്ത് ഇടപെടത്ത് പോലില്ലാത്ത. പക്ഷെ അങ്ങനെ ചുമ്മാ അതങ്ങ് കൊണ്ടുപോയി ഇല്ലാഞ്ഞിട്ടാണ് പിന്നെ അങ്ങനെ വിചാരിക്കാം. ഇവർക്ക് പൈസ ഉള്ള പോലെ ഞങ്ങൾക്ക് ഇവിടെ എനിക്കറിയില്ല, നമ്മുടെ കുടുംബത്തിൽ തന്നെ ആർക്കും ഇല്ല അത്ര ശമ്പളവും അത്രയും കാര്യങ്ങളും ഒക്കെ. അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നത്. ഈ അവസ്ഥയിലിരിക്കുമ്പോഴും അമ്മയെ ഇപ്പം അവർ വശീകരിച്ചെന്തോ വെച്ചേക്കും. അമ്മ പറയുന്നത് 3 വീതം വെക്കണം എന്നാണ് പറയുന്നത്. അവർക്ക് ഇത് ബാക്കി
അവർക്ക് എന്തൊക്കെയോ പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് എല്ലാം കൂടെ അവർക്ക് കൊടുക്കുന്ന രീതിയിൽ പപ്പ എന്തൊക്കെയോ മരിക്കാൻ നേരത്ത് അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ അമ്മ ഇപ്പോൾ പറയുക. അങ്ങോട്ട് സംഭവം നടന്നിട്ടില്ല. കാരണം പപ്പായ്ക്ക് ആരും താല്പര്യമില്ലായിരുന്നു ആ കാര്യത്തിൽ. അവസാന സമയത്ത് എന്തോ ഓണോ വിഷു എന്തോ സമയത്ത് പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ആ പിള്ളേർക്ക് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവിടെ 2 പെൺപിള്ളേരുള്ളത്. അവർക്ക് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പപ്പ പറഞ്ഞു അവർക്ക് കാശുള്ളതല്ലേ, അവർക്കൊന്നും എടുക്കണ്ട, നാരായണിക്കും ശാമ്പോയ്ക്കും മറ്റേ കുട്ടൻ്റെ കൊച്ചിനും അവർക്കെടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാനിപ്പോൾ അവർ വിളിച്ച് ബാക്കി കാര്യങ്ങൾ പിന്നെ സമയം പോലെ ഓരോന്നായിട്ട് പറയാം. എല്ലാം കൂടെ ഞാൻ തന്നെയാണ് ഇപ്പോൾ ഓർക്കുന്ന പോലുമില്ല. അപ്പോൾ അതേ പോകാമെന്ന് പറഞ്ഞോ. ഞാൻ ഹെൽമെറ്റൊക്കെ ആയിട്ട് വന്നായിരുന്നു. അപ്പോൾ പുള്ളി എങ്ങനെ വരുന്നത്? നമ്മൾ അങ്ങോട്ടല്ലേ പോകണ്ട, അല്ല പിന്നെ അവിടെ പോയി നമ്മൾ ഇന്നും വെയിറ്റ് ചെയ്യണ്ടേ. അവർ 3 അപ്പുറത്തേക്കല്ലേ. പുതിയ ഹെൽമെറ്റൊക്കെ ഹെൽമെറ്റ് മേടിച്ച് ഇതിന് 820. ഓൺലൈൻ 800. ആ വില ഇതില് നമ്മൾ വീട്ടിലോട്ട് പോകുന്ന ഈ മഞ്ഞ മതിലിന്റെ സൈഡിൽ കൂടെ കത്തുന്ന വഴി. അതെ അതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മോട് പറഞ്ഞു. അതെ ആ മുഖ്യമന്ത്രി തങ്കം തന്ന എല്ലാ സാധനവും ഓർഡർ പോണ്.
ഒരു മാസങ്ങൾക്ക് ശേഷം എന്തോ പിള്ളങ്ങൾ വന്നിട്ടുണ്ട്. ഓ, നിങ്ങൾ വന്നോ? നിങ്ങൾ എപ്പോ വന്ന്? കൊറേ നാളായി. അപ്പാന്നോ? അപ്പ ഇല്ല. എവിടെ? അപ്പയോ? അപ്പ ജോലിക്ക് പോയി. കൊച്ചിനെ വെയിറ്റ് കൊടുത്തേ. ശിശുണ്ടായിരുന്നു. ഞാൻ റെഡിയാവാ, എന്നെ കൊണ്ടുപോകണം. അപ്പൊ ഒന്ന് അഴിച്ചുവിട്ട് നോക്കണം. എന്നാ എന്നാ പറ്റി? എന്നാ പറ്റിയടി? ആർക്കാ സമാധാനം? ആർക്കാ സമാധാനം? അത് പോണോന്ന് പറയുന്നത് കേട്ടിട്ടാ, അല്ല അവളങ്ങനെ പറയത്തില്ല. പോവാന്നെങ്ങാണ്ട് അറിഞ്ഞായിരുന്നെന്ന് തോന്നുന്നു. ലൈറ്റ് ഓൺ പറഞ്ഞടി, മറന്നുപോയി നോക്കട്ടെ. ഓക്കെ ഗൂഗിൾ, ലൈറ്റ് ഓൺ. ഇതിട്ടാ മതി. ഫ്രിഡ്ജ് മാത്രല്ല, രാജുവേട്ടൻ പിന്നെ വിളിക്കുന്നു. പിന്നെ ആവശ്യം ഇഷ്ടം പോലെ അവര് ഈ മുടി ഇവിടെ മുറിച്ച് വെച്ചത് നീയാ? മുടി എന്തിനാ ഇവിടെ മുറിച്ച് വെച്ചേക്കെന്ന് പറ. ജാനക്കുട്ടിക്ക് ഉമ്മ കൊടുത്തു കാണിച്ചേ. എന്റെ പൊന്നടി അടുത്ത് പിടിച്ചോടാ. എന്നാ കൊച്ചു ടി വി? നിനക്ക് ഇത്ര നേരം കൊച്ചു ടി വി കാണണ്ടായിരുന്നല്ലോ. അവള് കാണണ്ടേ? അവള് കാണണ്ടേ? അല്ലേ അവള് കുഞ്ഞല്ലേ? എന്താ പോ, ഇവളുമാരെ 3 പേരെ നോക്കണം. നിന്റെ ഉത്തരവാദിത്തമാണ്. പാമ്പിന്റെ കാര്യത്തിലല്ല, വേറെ. എടി എന്റെ പല്ല് ആരും കണ്ടില്ലല്ലോ. മൂർഖനെ കണ്ട നീയോ? ഇന്നലത്തെ എന്തിനാ കണ്ട എന്നായിരുന്നു? വള്ളിപ്പാമ്പ്. എടി റിമോട്ട് അവിടെ ഉണ്ടെന്ന്. നീ പോ, തല പെരുക്കുന്നു. പിന്നെ നോക്കാം. ഇവിടെ ഒന്നും ചെയ്തേ അറിയാലോ. സംഭവം എല്ലാം കൂടെ നോക്കി മുട്ട എടുത്തിടണേ. മുട്ട എടുത്തിട്ടുണ്ടോ? മുട്ട പൊരിക്കണം. റിമോട്ട് വിഷയം അതാണ്. നൂടിക്ക് ഇവനെ ഒരു ദിവസം അഴിച്ചു വിടുമ്പോൾ ബ്രൗൺ അവിടെ നിൽക്കണം. പോയി കടിക്കാണ് കടിക്കാണ്. മതി മതി മതി. ഇതന്നെ നിന്റെ ബാഗ് എവിടെ ഇരിപ്പുണ്ടല്ലോ? ഇല്ല, ബാഗ് എടുത്തില്ല. ബാഗ് എടുത്തല്ലോ. ഉമ്മ കൊടുത്തോണ്ട് അമ്മ നടുവോ? കൊണ്ടാക്കണമെന്ന്. എടാ മിണ്ടായിരിക്കടാ. അവന്റെ കൊടുത്തുവിട്ടു. ഞാനെന്തോ മറന്നല്ലോ. അതെന്താണ്? നല്ല എടുത്തോ. ഞാനേ പോയിട്ട് വരാൻ. വൈകിട്ട് കലാശക്കൊട്ട് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പയോ? അപ്പ IPS ട്രെയിനിങ്ങിലാണ്. പോണേ ടാറ്റ. നോക്കണേ, കാമ്പോ ശ്രദ്ധിക്കണം.
അയ്യോ അവിടെയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് എല്ലാം പോയി ഇറങ്ങി നോക്കുന്നതുകൊണ്ട് ഇവിടെ അങ്ങനെ വലിയ പ്രശ്നം. ഞാൻ വരുമെന്ന് ഈ കലാശോളം കൊണ്ട് ഒരു മിനിറ്റ് വരുന്നത്. അമ്മ വരുമല്ലോ ഉച്ചയാകുമ്പോൾ. ആ ഇത് മേളില് വാഗൻ ഫ്രൂട്ട്. എവിടെ പണി? വിഷുവിന് അങ്ങോട്ട് വരുമല്ലോ. ചേച്ചാൻ എല്ലാവരും അങ്ങോട്ട് വരികയല്ലോ. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഓപ്പറേഷൻ ആണോ? ആണോ? എടുത്തല്ലോ അല്ലേ? ആ മറ്റേ ആ ടാറ്റ. അമ്മ ശ്വാസം മുട്ടുന്നു. വിഷുവിന് ഞാനിത് തയ്ച്ചിടുവോ? ഇല്ല. എന്ത് ഓണായിരുന്നു ഇപ്പോൾ ഞാൻ ഓണാക്കി. പൊക്കട്ടെ, കലാശക്കൊട്ട് നീ വരുന്നില്ലല്ലോ. ഞാൻ പോവാണേ. പീസിക്ക് നിന്റെ ഉമ്മ താങ്ങോ? താങ്ങോ? നിനക്ക് വരായിരുന്നല്ലോ. പറയാം. ആരന്വേഷണം പറയണോ? ഓക്കെ പോവാണേ. ശ്യാമളമ്മ ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ബസ്സിന് തന്നെ ഞാൻ കയറി പോയേക്കാന്ന് വെച്ച്. ടീച്ചറിനെ കണ്ടില്ല. കലാശക്കൊട്ടായം കൊണ്ട് ബസ്സൊക്കെ കുറവാണ്, നിയന്ത്രണമാണ്. കണ്ണാടി തരാമോ? കണ്ണാടി വെച്ചിട്ട് പറ. അപ്പോൾ ഷാജിപ്പാപ്പൻ രാത്രിയാണ് വല്ലപ്പോഴും
ഇങ്ങനെയാണ് ഷാജി ബാബിന്റെ ഡയലോഗ്. കടപ്പത്തിൽ പറഞ്ഞു ഇവിടെ ഒരു മൈലാഞ്ചി അത് പറഞ്ഞേ. ഇവിടെ ഒരു മൈലാഞ്ചി കച്ചവടത്തിൽ അത് പറഞ്ഞേ. ഇവിടെ ഒരു മൈലാഞ്ചി കച്ചവടം വേണ്ട, ഇവിടെ ഒരു രാത്രിവേളം വേണ്ട. ഇത് ഷാജി പാപ്പൻ കുട്ടുന്ന ഇവിടെയാണ്. ഇനി ഇവിടെ ഒരു രാത്രിവേളം വേണ്ട, ഒരു മലയാളി കച്ചവടം വേണ്ട. കാവ്യമുണ്ടൊക്കെ എടുത്തു വരും. വയറിലാക്കാം. നാളെ പറഞ്ഞേ. നാളെയും ഷാജി പാപ്പന്റെ മുണ്ടൊക്കെ ആ മുണ്ടൊക്കെ എടുത്ത് വേറെ ഡയലോഗൊക്കെ പുതിയ ഡയലോഗൊക്കെ പഠിച്ചു നോക്കാം കേട്ടോ. ആ ഓക്കെ ഡീൽ എന്ന് പറഞ്ഞു. ഓക്കെ സൂത്രവാ അത്. ആ പോവാ. വണ്ടി എടുക്കുവാന്ന് പൈസ ഇട്ട് കൊടുക്കും. പൈസ ഇട്ട് കൊടുക്കും. അവിടെ കിടക്കുന്ന മൊത്തം വീണ് പോയിക്കൊണ്ടിരിക്കും. കലാശക്കൊട്ടും കഴിഞ്ഞപ്പോൾ ബ്ലോക്കാണ്. ഓട്ടോയ്ക്കാ പാട് അവിടെ ഇരിക്കണത്. നടന്നു വേണമെങ്കിൽ പെട്ടെന്നല്ല. ഇത് 4 എണ്ണം വരി വരിയായിട്ട്. ഒന്ന് മാമി ഒന്നും വരത്തില്ലേ? മാമി വരില്ല. മാമി ഇവിടെ വീട്ടിലാ. 3 4 ഇത് 4ാമത്തെ. മാമി വരില്ലേ? ഇതൊന്ന് അത്രേ ഉള്ളൂ. ഇവിടെയോ? ഇവിടെ അല്ല, നിങ്ങളുടെ വീട്ടിൽ പാമ്പ് വന്നോ? എന്താ മേടിച്ചേ? ഒന്നും മേടിച്ചില്ല. കുറെ പച്ചക്കറി തുണി പൊക്കുന്നേ. പതി 2 ചെസ്റ്റ് നമ്പർ 3 and 4. ആ അത് പൊട്ടി അവിടെ ഒന്നും അതിനകത്തല്ല. ഇങ്ങനെ ലൈറ്റ് ഇടാ. ഞാൻ കയറി വന്നോളൂ. നീക്ക് എവിടെയായിരുന്നു? ഞാൻ കലാശക്കൊട്ടിൽ പോയി. ഇവനെ അടി ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഇത് ഞങ്ങളിപ്പോൾ മുട്ടേന്ന് ഡൈനോസർ കാണിക്കുന്ന. ഷാമ്പു വയ്ക്കുന്നേ? ഷാമ്പു ഒളിവിലാണോ? ഇന്ന് പക്ഷെ ബൈക്കിനല്ല പോയത്. ഹെൽമെറ്റ് ഇടുവേ. പിന്നെ വണ്ടിയെ സ്ഥലം ഉണ്ടായിരുന്നോണ്ട് അതേ. ആരുടെ കാരണ ഇവിടെ കഥാം? ആരുടെ ഇവിടെ കിടന്ന വേറെന്താ ചുമ്മാ? കാറാൻ വന്നാണോ നീയാ? ഇതുണ്ടോ? അവിടെ വെച്ച് അങ്ങോട്ട് കത്രയും കൊണ്ട് കണ്ടിച്ചു. ഇന്നലെ രാവിലെ നീ എന്നെ നോക്കിയിരിക്കുന്നു. എടുത്തില്ല, ഞാൻ വാങ്ങിച്ചില്ല. കുന്തമുള്ള കടലമുട്ടായി പോയടി. ഇത് ഇവിടെ കൊണ്ട് ജയസ്വാമി കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജയടുത്ത് മുള്ളാൻ പോണോ? കക്കൂസാണെന്ന് ഓർത്ത് വന്നാണോ? അതെ അവിടെ മാമാമ്മയുണ്ട് പോ പറഞ്ഞു. അല്ല അവള് പോയത് മുമ്പൊക്കെ.